നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. എബി, ലിയോണിപ്പോ എങ്ങനെയുണ്ട്? ആഹാന, താൻ ഇവിടെ? പെട്ടെന്ന് അനവിനെ കണ്ട എബി ഒരു അതിശയത്തോടെ ചോദിച്ചു. ലിയോണിന്റെ കാര്യം തിരക്കി ഹോസ്പിറ്റലിലേക്ക് വന്നെന്നാണോ അവനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ലിയോണിന്റെ കാര്യം അറിഞ്ഞ് വന്നതാ എബി, അല്ലാതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഏയ് അഹാന, ഞാൻ അങ്ങനെ കണ്ട് ചോദിച്ചാലിടൂ. പെട്ടെന്ന് തന്നെ ഇവിടെ കണ്ട ഷോക്കിൽ ചോദിച്ചതാ. പിന്നെ ലിയോണിന്റെ കാര്യമൊന്നും പറയാറായിട്ടില്ല അഹാന. പരിക്കത്ര നിസ്സാരല്ല, അവൻ ഇതുവരെ ബോധം വന്നിട്ടില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് രക്ഷപ്പെട്ടത് തന്നെ എന്തോ ഭാഗ്യമാണെന്ന്. പിന്നെ അവന് ബോധം വരാതെ കൂടുതലൊന്നും പറയാൻ പറ്റില്ലെന്ന്. എബി പറഞ്ഞതും അനുവിന് വല്ലാണ്ടായി. തന്നോട് സംസാരിക്കുന്നതിനിടയിലാണ് അവനിത് സംഭവിച്ചത്. മാത്രമല്ല നീ ഏതിലേക്ക് പോകുന്നതിനിടയിൽ. എബി, ലിയോണിന് നടന്നതൊരു ആക്സിഡന്റ് ആണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഉള്ളിൽ വന്ന സംശയം അതേപടി എബിയോട് തുറന്നു ചോദിച്ചു. ഒരിക്കലുമില്ല ഹാന. ആ ആക്സിഡന്റ് നടന്നപ്പോൾ കിട്ടിയ CCTV വിഷ്വൽസിൽ നിന്നും അവൻ സഞ്ചരിച്ച കാറിന് ഓപ്പോസിറ്റ് വന്ന ട്രക്ക് അവരുടെ വണ്ടിയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. തനിക്കറിയൂ, ലിയോണിന്റെ ഡ്രൈവർ സ്പോട്ടിൽ മരിക്കുകയായിരുന്നു. അതൊരിക്കലും ഒരു അബദ്ധമല്ലോ, കരുതി കൂട്ടി നടത്തിയത് തന്നെയായിരുന്നു അത്. എബി പറഞ്ഞു നിർത്തിയതും അത് ശരിയെന്ന പോലെ അനു ഒന്ന് തലയാട്ടി. അവൾക്ക് സംശയം തോന്നിയ കാര്യം തന്നെയായിരുന്നു ഇപ്പൊ എബിയുടെ വായിൽ നിന്ന് ഉറപ്പോടെ കേട്ടത്. ഇതൊന്ന് അന്വേഷിക്കേണ്ടേ എബി? ആരതിന് പിന്നിലെന്ന് അറിയണ്ടേ? വേണ ഹാന, ഞാൻ അതിനായിപ്പോ. മോനെ എബി. എബി പറഞ്ഞു തീരും മുമ്പേ പെട്ടെന്ന് ജേക്കബ് അവനെ പിറകിന്ന് വിളിച്ചു. ഹാന, അതെന്റെ പപ്പയാണ്. പപ്പയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. സോ ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അവർ നിൽക്കുന്നിടത്തേക്ക് വരുന്ന ജേക്കബിനെ നോക്കി എബി പറഞ്ഞതും അഹാന ശരിയെന്ന പോലെ തലകുലുക്കി. കുഞ്ഞിനെ എങ്ങനെയുണ്ട് മോളെ? ചെറിയ ചൂട് ഇപ്പോഴും ഉണ്ട് സാറമ്മേ. ഇന്നലെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഡോക്ടർ തന്ന പാരസെറ്റമോൾ സിറപ്പ് ഉണ്ടായിരുന്നു കയ്യിൽ, അതങ്ങ് കൊടുത്തു ഞാൻ. ഇപ്പൊ ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിപ്പണ്ണിന്റെ നെറ്റിയിൽ നനച്ചിട്ടിരിക്കുന്ന കോട്ടണൊന്ന് മാറ്റി വേറെ നനച്ചു വെച്ചുകൊണ്ട് നീയ പറഞ്ഞു. അവൾക്കടുത്ത് നിന്നിരുന്ന സാറാമ്മ പതിയെ കുഞ്ഞിന്റെ അടുത്ത് ചേർന്ന് അവളെ ഒന്ന് പതിയെ തലോടി. ദേഹത്തിന് ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. ഇനി ഇതങ്ങ് കുറഞ്ഞില്ലെങ്കിലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. സാറ നീയോട് പറഞ്ഞതും അവളൊന്നും മൂളി. ഇന്നലെ രാത്രി എപ്പോഴും എഴുന്നേറ്റ് കുഞ്ഞിപ്പണ്ണിന് പപ്പയെ ചോദിച്ച് ഓരോ ബഹളായിരുന്നു. നീ എന്തൊക്കെയോ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷെ സമയം കുറെ പോകെ കുഞ്ഞിപ്പണ്ണ് ഉറക്കക്കാരഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കേട്ട് സാറയും വിനുവൊക്കെ നീയുടെ മുറിയിൽ വന്നുവെങ്കിലും നീയ മുറിയുടെ വാതിൽ തുറന്നില്ല. ആൽഫി പുറത്തുണ്ടാകുന്ന അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വാശി പോലെ മുറിയുടെ വാതിൽ തുറക്കാതെ അവൾ കുഞ്ഞിയെ സമാധാനിപ്പിച്ച് അകത്ത് തന്നെ ഇരുന്നു. എന്നാൽ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടാവും നേരം വെളുത്തപ്പോഴേക്ക് കുഞ്ഞിപ്പണ്ണിന് പനിച്ചു തുടങ്ങി. നീയേക്കാണെങ്കിൽ വല്ലാത്ത സങ്കടവും വേദനയും തോന്നി. താൻ കാരനാണ് മോൾക്ക് ഇപ്പൊ പെട്ടെന്ന് പനി കൂടുന്ന ചിന്തയിലാണ് അവൾ. പറ്റില്ല, ഞാനിതിന് സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. പെട്ടെന്ന് വിനുവിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം മുറിക്ക് പുറത്തുനിന്ന് കേട്ടതും നീയും സാറയും ഒന്ന് പരസ്പരം നോക്കി. വിനു അല്ല സാറമ്മ ഒച്ച വെച്ചത്? അതെയല്ലോ മോളെ, ഇവനിത് ആരോടെ രാവിലെ തന്നെ എങ്ങനെ കലിപ്പാകുന്നേ? മോള് വാ നോക്കാം. പറഞ്ഞുകൊണ്ട് സാറ മുറിക്ക് പുറത്തേക്ക് പോയതും നീയും കുഞ്ഞിന്റെ അരികെന്ന് എഴുന്നേറ്റ് കുഞ്ഞിപ്പണി ടിറ്റി സൈഡിലായി രണ്ട് തലേനെയും വെച്ചിട്ട് സാറൊക്കെ പിറകെ പോയി. മുറിയിൽ നിന്നിറങ്ങി കഥകൊന്ന് ചാരിയിട്ട് പുറത്തെ ഹാളിലേക്ക് വന്നതും മുന്നിൽ കണ്ട കാഴ്ച കണ്ട് അവളൊന്ന് ഞെട്ടി. സോഫയിൽ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കുകയാണ് ആൽഫി. രണ്ട് ട്രോളി ബാഗും അവന്റെ കീഴിരിപ്പുണ്ട്. നേച്ചി, ദാ ഇയാള് വീണ്ടും വന്നിരിക്കാം പ്രശ്നം ഉണ്ടാക്കാൻ. നീയെ കണ്ടത് സോഫയിലിരിക്കുന്ന ആൽഫിക്ക് നേരെ കൈ ചൂണ്ടി വിനു ദേഷ്യത്തിൽ അവളോടായി പറഞ്ഞു. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ? നിങ്ങൾക്കെന്താ ഈ വീട്ടിൽ കാര്യം? ഇന്നലത്തെ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്, എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന്. പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? ആൽഫിയെ കണ്ട ആദ്യത്തെ ഞെട്ടലൊന്ന് മാറിയതും നീ വേഗം തന്നെ അവന്റെ മുന്നിലേക്ക് ചേർന്ന് നിന്ന് ചോദിച്ചു. എന്റെ പെണ്ണെ, നീ ഇങ്ങനെ എല്ലാ ചോദ്യവും ഒറ്റയ്ക്ക് ചോദിക്കാതെ നിർത്തിയെത്തി ചോദിക്ക്. എങ്കിലല്ലേ ഈ ചായന് മറുപടി തരാൻ പറ്റൂ. ഇരിക്കണ്ടായിരുന്നും എഴുന്നേറ്റ് നീയേക്ക് മുന്നിലേക്ക് വന്നതെന്ന് ആൽഫി ചിരിയോടെ പറഞ്ഞു. ഹിച്ചായനോ? ആയിടിച്ചായൻ? നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എന്നിൽ നിനക്കൊരു അവകാശം ഇല്ലെന്ന്. പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇല്ല, ശരിയാ നീ പറഞ്ഞത്. നീ പറയും പോലെ നിന്നിൽ എനിക്കൊരു അവകാശമില്ല. പക്ഷേ ഈ ആൽഫിക്ക് അവകാശമുള്ള ഒന്നുണ്ട്. അതിനു വേണ്ടിയാ ഞാനിവിടെ നിൽക്കുന്നത്. കത്തുന്ന കണ്ണുകളുമായി തന്നോട് തട്ടിക്കയറി ചോദിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ആൽഫി ഇത് പറഞ്ഞതും നീ ഒന്ന് ഞെട്ടി. എന്റെ കുഞ്ഞ്, കുരിശുമുറ്റത്ത് ആൽഫ്രഡിന്റെ ചോര, അവളിൽ എനിക്ക് അവകാശമുണ്ട്. അവളിൽ നിന്നും തന്റെ നീലമിഴികൾ ഒരിട ചലിപ്പിക്കാതെ അവനത് പറഞ്ഞതും നീയുടെ ഉള്ളൊന്ന് പൊള്ളി. മോള്, അതെ, എന്റെ കുഞ്ഞിന്റെ കാര്യ ഇയാൾ പറയുന്നത്. നീ ഉള്ളാലെ മൊഴിഞ്ഞു. ആൽഫി മോനെ, നീ എന്തൊക്കെയായി പറയുന്നേ?
സാറ മുന്നോട്ട് വന്ന് ആൽഫിയോടായി ചോദിച്ചു. എൻ്റെ ചോരയില്ലേ സാറമ്മ എൻ്റെ മോള്? ഈ കാലം അത്രയും ഞാൻ അറിയാതെ പോയ എൻ്റെ കുഞ്ഞ്. അപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് എൻ്റെ കുഞ്ഞിപ്പെണ്ണൊപ്പം ജീവിക്കാൻ എൻ്റെ തീരുമാനം. ഈ വീട്ടിൽ അവൾക്കൊപ്പം. സാറ ചോദിച്ചതിന് നീയുടെ മുഖത്ത് തന്നെ നോക്കിയാണ് അവൻ മറുപടി നൽകിയത്. അപ്പോഴും അവളുടെ കണ്ണുകൾ അവന്റെ മേലെ തന്നെയായിരുന്നു. ഇല്ല ഇല്ല, ഞാനിതിന് സമ്മതിക്കില്ല. കുഞ്ഞിപ്പെണ്ണ് എന്റെ മാത്രം മോളാ. നിങ്ങളുടെ അവൾക്ക് യാതൊരു അവകാശവും ഇല്ല. നിങ്ങളുടെ അല്ല അവള്. പെട്ടെന്ന് സ്വബോധമുണ്ടായ പോലെ നീ അവനിൽ നിന്ന് നോട്ടം മാറ്റി വാശിയോടെ പറഞ്ഞു. നമ്മുടെ കുഞ്ഞിൽ എനിക്കൊരു അവകാശമില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറയുവാ നീ. അവൾ നിന്റെ മാത്രം കുഞ്ഞാണെന്ന് ഒന്നുകൂടെ പറയടി നീ. ആൽഫിയുടെ സ്വരം ഇത്തവണ കടുത്തു. അവന്റെ ശബ്ദത്തിൽ ദേഷ്യത്തിന് പുറമെ വേദനയും കലർന്നിരുന്നു. നീ കൂടെ കൂടെ നിന്റെ മാത്രമാണെന്ന് നമ്മുടെ മോളെന്ന് പറയുമ്പോൾ നീ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഇവ. ഞാനിവിടെ നിന്നെ തേടി വരുമ്പോൾ എന്റെ ജീവൻ നിന്റെ ഉള്ളിലുണ്ടായെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് നീ അത് മറച്ചു വെച്ചതല്ലടി എന്നോട്. സ്വന്തം കുഞ്ഞിന്റെ ജന്മം പോലും അറിയാതെ പോയ നിർഭാഗ്യവാനായ അപ്പനല്ലടി ഞാൻ. ആ എന്നോടാണോ ഇവ നീ അവളിൽ അധികാരമല്ലെന്ന് പറയുന്നത്? ഉള്ളിലെ വേദനയിൽ നിന്നും കത്തുന്ന വാക്കുകൾ കണ്ണുകൾ നിറച്ച് പറഞ്ഞു ആൽഫി. അതെ ശരിയാ, ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് എന്റെ കുഞ്ഞിന്റെ കാര്യം. പറയാൻ വന്നതാ. അതിന് അവസരം പോലും തരാതെ എന്നെ പറഞ്ഞു വിടില്ല അന്ന്. ഞാനാണോ? അത് ഞാനാണോടി? നീയെ പറഞ്ഞ തീരെ മുമ്പേ അവന്റെ ചോദ്യം അവൾക്ക് നേരെ ഉയർന്നു. അവൾക്ക് ഉത്തരം മുട്ടി. എന്റെ കുറ്റങ്ങളും എനിക്ക് പറ്റിയ തെറ്റുകളും നീ എണ്ണി പറഞ്ഞല്ലോ. അപ്പോഴെല്ലാം നീ മനഃപൂർവ്വം മറക്കുന്നൊരു കാര്യമുണ്ട് ഇവ. എന്റെ മോളുടെ ജന്മവിവരം എന്നിൽ നിന്നും മറച്ചു വെച്ച് നീ ചെയ്ത തെറ്റല്ലേന്ന്. അവള് നിന്റെ ഉള്ളിൽ വളർന്നപ്പോ മറ്റാരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് ആ കാര്യം എന്നോട് പറയുക പോലും ചെയ്യാതെ നാകുന്ന എന്റെ കുഞ്ഞിനെ മാറ്റി നിർത്തിയത് തെറ്റല്ലേന്ന്. സ്വന്തം കുഞ്ഞിന് അതിന്റെ അച്ഛന്റെ സ്നേഹം കിട്ടാതെ മാറ്റി നിർത്തിയത് തെറ്റല്ലേന്ന്. കുഞ്ഞിപ്പെണ്ണിന് അവളുടെ അച്ഛന്റെ സ്നേഹം കിട്ടാതെ നിശ്ചയിച്ചത് തെറ്റല്ലേ? പറ നീ. നിറഞ്ഞ കണ്ണുകളുമായി ഉച്ചത്തിൽ അവളോടത് ചോദിക്കുമ്പോഴും ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ആൽഫിയുടെ. അത് കേൾക്കെ നീയുടെ ഉള്ളം പൊള്ളി. അവളുടെ ഹൃദയം നൊന്തു. അവന്റെ വേദന മുന്നിൽ കാണുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ആൽഫി പറഞ്ഞത് കേട്ട് ബിനുവിനും സാറക്കും ഒക്കെ സങ്കടം വരുന്നുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിനെ അറിയാതെ പോയൊരപ്പന്റെ വേദന അവനിൽ നിന്നും അവരും അറിഞ്ഞു. നീ ഇന്നലെ പറഞ്ഞതൊക്കെ ശരിയടി. നിന്നോട് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാനത് ന്യായീകരിക്കാൻ വരുന്നില്ല. പക്ഷേ ഇനിയും എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് മാറ്റി നിർത്താൻ ഞാൻ സമ്മതിക്കില്ല ഇവ. ഞാൻ ജീവനോടെ നിൽക്കുമ്പോൾ അപ്പനില്ലാതെ എന്റെ കുഞ്ഞ് വളരാൻ അനുവദിക്കില്ല ഈ ആൽഫി. അതുകൊണ്ട് എന്റെ കുഞ്ഞ് എവിടെയുണ്ടോ അവിടെ നിൽക്കാനാ എന്റെ തീരുമാനം. അതിനെന്നെ തളഞ്ഞ അവളെ അങ്ങ് കൊണ്ടുപോകാൻ ഞാൻ മടിക്കില്ല ഇവ. എന്നെ നന്നായി അറിയാലോ പെണ്ണെ നിനക്ക്. ആദ്യം ശാന്തമായാണെങ്കിലും പറഞ്ഞു തീരുമ്പോൾ ഒരു ഭീഷണിയിൽ ചൊവ്വ ആൽഫിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. നീ ഞെട്ടിലൂടെ അവനെ നോക്കി. അവന്റെ ദേഷ്യവും വാശിയും മറ്റാരേക്കാളും അറിയാവുന്നതാണ് അവൾക്ക്. തന്റെ കുഞ്ഞിനെ തന്നെ ഇന്ന് കൊണ്ടുപോകുന്നവരെ അവൾ ആ നിമിഷം ഭയന്നു. ഓ പിന്നെ ഇയാളങ്ങ് പറഞ്ഞാൽ അതൊന്ന് നടക്കുമോ? കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോകും പോലും തനിക്ക് പറ്റുമെങ്കിൽ താൻ ഞങ്ങളുടെ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കടോ. ആൽഫി പറഞ്ഞത് കേട്ട് വിനു വേഗം തന്നെ അവന്റെ മുന്നിലെത്തി ചോദിച്ചു. വിനു, എനിക്ക് നിന്നോട് ഇഷ്ടമേ ഉള്ളൂ. അന്നും ഇന്നും ആ ഇഷ്ടമുള്ളതുകൊണ്ട് പറയാം. നീ ഇതിൽ ഇടപെടാതിരിക്കുന്നതാവും നല്ലത്. ഇല്ലെങ്കിൽ മുൻപ് പിന്നെ നോക്കില്ല ഞാൻ. അതിന്റെ ചേച്ചിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് എന്റെ വഴിക്ക് മോൻ തടസ്സം നിൽക്കരുത്. പറഞ്ഞേക്കാം. കത്തുന്ന കണ്ണുകളോടെ കൈവിരൽ ചൂണ്ടി ആൽഫി വിനുവിന് നേർക്ക് പറഞ്ഞതും വിനു അറിയാതൊന്നും മുന്നിലിറക്കി. എന്തും ചെയ്യാനായി തയ്യാറായോന്ന് ആൽഫിയെ മുന്നിൽ കണ്ട സാറക്ക് അപായമണി മുഴങ്ങി. നീക്ക് വന്നേ, എനിക്കൊന്ന് സംസാരിക്കണം. സാറ വേഗം ചെന്ന് നീയെ പിടിച്ച് കുറച്ച് മാറി നിന്നു. കൂടെ വിനു. മോളെ, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുകയാണെന്ന് കരുതരുത് നീ. തെറ്റുകൾ രണ്ടിടത്തും പറ്റിയിട്ടുണ്ട്. പക്ഷേ ആൽഫി പറഞ്ഞത് ശരിയാണ്. ഒരച്ഛനെന്ന നിലയിൽ കുഞ്ഞിൽ നിന്നെപ്പോലെ തന്നെ അവന് അവകാശമുണ്ട്. അവളെ സ്നേഹിക്കാനും തലോടാനും ആൽഫിക്കുള്ള അവകാശത്തെയും അധികാരത്തെയും നിനക്ക് നിഷേധിക്കാനാവില്ല മോളെ. സാറമ്മേ, ഞാൻ എൻ്റെ കുഞ്ഞ്. സാറ പറഞ്ഞു തുടങ്ങവേ നീയെ വീങ്ങിപ്പൊട്ടാൻ തുടങ്ങി. അതെ മോളെ, നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ഇതൊന്നും സമ്മതിക്കണം. കുഞ്ഞിപ്പെണ്ണിന്റെ അവസ്ഥ നീ കണ്ടല്ലോ. അവൾക്കിപ്പോൾ നിന്നെ പോലെ തന്നെ അവളുടെ പപ്പയുടെ സാമീപ്യം ആവശ്യമാണ്. കുഞ്ഞവളുടെ അപ്പയെ കണ്ടു. ഇനി എങ്ങനെയാ അവൾ അവനെ നിന്ന് അകറ്റി നിർത്തുന്നേ? നീ അതൊന്നും ഓർത്തേ. സാർ അതുകൂടെ പറഞ്ഞതും നീ ഓർത്തു. തനിക്ക് എത്ര നേരം മോളുടെ അടുത്ത് ഇങ്ങനെ അവളുടെ പപ്പയെ കാണാതെ പിടിച്ചു നിർത്താൻ കഴിയും? ശരി, എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഇതിന് സമ്മതിക്കാം. അയാൾക്ക് ഇവിടെ നിൽക്കാം. കണ്ണുകൾ തുടച്ചുകൊണ്ട് നീയെ സാറയെ നോക്കി പറഞ്ഞതും അവരൊന്ന് ചിരിച്ചു. വിനുവിന് സന്തോഷമായി. എങ്കിലും ഉള്ളിൽ നിറഞ്ഞു വന്ന സന്തോഷം ശരിയായി മുഖത്ത് വരാതെ അവനത് മറച്ചു. എന്നിട്ട് തന്നെ വലങ്കായി പുറകോട്ട് വെച്ച് തംസപ്പ് എന്ന് പിറകിൽ നിന്ന് ആളെ കാണിച്ചു. അത് കണ്ടത് ആൽഫിയുടെ ഉള്ളൊന്ന് തണുത്തു. മനസ്സിൽ ഉറഞ്ഞു പൊങ്ങിയ സന്തോഷം കൊണ്ട് അവന്റെ മുഖം വിടർന്നു. പക്ഷേങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്.
ഫ്ളാറ്റിൽ നിൽക്കാൻ നീയെ സമ്മതിച്ചെന്ന് സാറാമ്മ ചെന്ന് ആൽഫിയോട് പറഞ്ഞതിന് പിറകെ നീയുടെ ശബ്ദം അവിടെയിരുന്നു. ആൽഫിയുടെയും സാറയുടെയും വിനുവിന്റെയും എല്ലാം കണ്ണുകൾ അവളിലേക്കായി. കുഞ്ഞിപ്പെണ്ണിൽ മാത്രമേ നിങ്ങൾക്ക് അവകാശമുള്ളൂ മിസ്റ്റർ ആൽഫർഡ്. ഈ വീട്ടിൽ നിൽക്കുന്നെന്ന് കരുതി എന്റെ കാര്യത്തിലോ എന്റെ ജീവിതത്തിലേക്കോ എത്തി നോക്കാൻ നിങ്ങൾ വന്നേക്കരുത്. വന്നോ? കത്തുന്ന കണ്ണുകളുമായി ഒരു താക്കീത് പോലെ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ നേരെ തന്റെ മുറിയിൽ കയറി കഥ കടിച്ചു. തനിക്ക് മുന്നിൽ കൊട്ടിയടഞ്ഞ ആ വാതിലേക്ക് ഒരു നിമിഷം നോക്കി നിന്നു ആൽഫി. ആ വാതിൽ പോലെയാണ് ഇപ്പോൾ തന്റെ പെണ്ണിന്റെ ഹൃദയവും. അത് വീണ്ടും തനിക്ക് വേണ്ടി തുറക്കാനും അവളിലേക്ക് ചേരാനും ഇനിയും താൻ ഒരുപാട് ദൂരം താണ്ടണമെന്ന് അവൻ വേദനയോട് ഓർത്തു. സാരല്ല മോനെ, നീയുടെ ദേശം നീ കാര്യാക്കണ്ട. ഈ ഒരു ചെറു പ്രായത്തിനിടയിൽ അനുഭവിച്ചൊന്നും ചെറുതല്ലല്ലോ. അതാ പാവ അവളുടെ മാപ്പിനായി നീ ഇനി ഒരുപാട് കാത്തിരിക്കണം മോനെ. വിഷമിച്ച് നിൽക്കുന്ന ആൽഫിയുടെ കവളിൽ കൈ ചെയ്ത് സാറ പറഞ്ഞതും അവൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നേച്ചിക്ക് പറയാനുള്ളതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇനി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവിടെ മാറിയുന്ന വിനു പെട്ടെന്ന് ആൽഫിക്ക് മുന്നിൽ വന്നു നിന്ന് ഗൗരവത്തോടെ പറഞ്ഞു. വിനു, വെറുതെ നീ ആവശ്യത്തിന് പ്രശ്നം ഉണ്ടാക്കണ്ട. നീ എല്ലാം പറഞ്ഞു തീർത്തതല്ലേ, ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? നെച്ചി പറഞ്ഞ നിച്ചിയുടെ കാര്യമാണ്. നിച്ചിയുടെ സഹോദരൻ എന്ന നിലയിൽ ഇയാളുടെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടിട്ട് ഇയാൾ ഈ വീട്ടിൽ നിന്നാ മതി. താനൊന്ന് പുറത്തോട്ട് വന്നേ. വിനു, എടാ നീ ഇത് വേണ്ട സാറമ്മച്ചി, അവനെ തടയണ്ട. അവനെന്താ പറയാനെന്ന് കൂടി കേൾക്കട്ടെ. സാറവിനോട് എന്തോ പറയാൻ തുടങ്ങിയതും ആൽഫി അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. സാറമ്മ പോയി നല്ലൊരു ചായ ഇട്, ഞാനിപ്പോ വരാം. ആൽഫി പറഞ്ഞതും സാർ ആൽഫിയെയും വിനുവിനെയും ഒന്ന് മാറി മാറി നോക്കിയിട്ട് പയ്യ അടുക്കളയിലേക്ക് പോയി. വിനു ആൽഫിയുമായി പുറത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും ഫ്രണ്ട് ഡോർ തുറന്ന് വെളിയിലെത്തിയതും കണ്ടു ഫ്ലാറ്റിന് പുറത്തെ വരാന്തയിൽ പല്ല് കടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശിവയെ. ആഹാ, നിങ്ങൾ എന്താ മനുഷ്യ ഓന്ത് വട്ടം ചുറ്റും പോലെ കിടന്നൊക്കെ ഇറങ്ങുന്നേ? ടെൻഷൻ അടിച്ചുള്ള ശിവയുടെ നടപ്പ് കണ്ട് വിനു ചിരിയോടെ ചോദിച്ചു. ദാ പോന്നെ ഡാഷ് മോനെ, നിന്നോട് ഞാൻ എന്താണ് പുല്ല രാവിലെ പറഞ്ഞത്? നിന്റെ കോപ്പിലെ ഫോണിലൂടെ എന്റെ ഫോണുമായി കണക്ട് ചെയ്ത് വെക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലടാ തേടി. എന്നിട്ട് നീ അത് ചെയ്തോടാ കോപ്പേ. വിനുവിന്റെ ഷർട്ടിന്റെ കോളലിൽ കുത്തിപ്പിടിച്ച് ശിവക്കാരിപ്പോടെ പറഞ്ഞു. എന്റെ പൊന്നു ശിവ സാറേ, ഫോണിൽ നിങ്ങളെ വിളിക്കാൻ പോയിട്ട് ഒന്ന് ചലിക്കാൻ പോലും പറ്റാതെ പേടിച്ച് അകത്ത് നിൽക്കുമായിരുന്നു ഞാൻ. നിങ്ങളുടെ ഈ കൂട്ടുകാരൻ കാരണം. ആൽഫിയെ കാണിച്ചുകൊണ്ട് വിനു പറഞ്ഞു. ശിവ ആൽഫി ഒന്ന് നോക്കി. ചുണ്ടിൽ വിരിഞ്ഞ ഒരു ചിരിയോടെ അടഞ്ഞ ഡോറിൽ ചാരി നിൽക്കുകയായിരുന്നു. നേരെക്കൊക്കെ ഇങ്ങനെ ഇടിച്ചാൽ മതി, മനുഷ്യനിവിടെ അകത്ത് നടന്നു അറിയാതെ ടെൻഷൻ അടിച്ച് ചാത്തേനെ. എന്റെ പൊന്നു സാറേ ഒന്നാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാനസാന്തരം വന്ന നിങ്ങളുടെ ഈ കൂട്ടുകാരൻ കുഞ്ഞാടിനെ അത്ര പെട്ടെന്ന് വീട്ടിൽ കയറ്റാനേ എന്നെ നിശ്ചിത തയ്യാറായില്ല. പിന്നെ മിസ്റ്റർ ആൽബർട്ട് മുതലാളി ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയതും പിന്നെ സാറമ്മയുടെ മയപ്പെടുത്തലൊക്കെ കൂടിയായപ്പോ നിജി ചെറുതായെന്ന് സമ്മതിച്ചു. ഇങ്ങനോട് അകത്ത് കയറി താമസിച്ചോളാൻ പറഞ്ഞു. വിനു പറഞ്ഞതും ശിവ സത്യാണെന്ന പോലെ ആൽഫിയെ നോക്കി. ആൽഫി അതേന്ന് അവനോട് കണ്ണുകൊണ്ട് കാണിച്ചു. ഹോ, പകുതി ആശ്വാസമായി. ഇവന്റെ ഒരു വീട്ടിൽ താമസിക്കാൻ അവൾ സമ്മതിച്ചല്ലോ. അല്ലട വിനു, നീ അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. നീയൊക്കെ സംശയമൊന്നുമില്ലല്ലോ? ഏയ് അതൊന്നുമില്ല, നിച്ചിക്ക് സംശയമൊന്നുമില്ല. എന്നാലും നിച്ചിയോട് കള്ളം കാണിക്കുന്നതിൽ ഒരു വിഷമുണ്ട്. വിനു സങ്കടത്തോടെ പറഞ്ഞു. വിനു, എല്ലാം നന്നായി നടക്കാനല്ലടാ നമ്മളിതൊക്കെ ചെയ്യുന്നേ. അല്ലാതെ നമ്മളവളെ പറ്റിക്കാണെന്നൊന്നും നീ ചിന്തിക്കണ്ട. ആൽഫി അവന്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഏയ് അതൊന്നും കുഴപ്പമില്ല ചായ, ഒരുപാട് വേദനിച്ചതല്ലേ ആ പാവം. നിങ്ങൾ ഇനിയും ഒന്നിക്കാതെന്നാ ഈ 3 വർഷം കരഞ്ഞതിൽ കൂടുതൽ ഇനി എന്നെ നിച്ചി കരയും. ഇനിയും വേദനിക്കുകയുള്ളൂ ആ മനസ്സ്. അതുകൊണ്ട് ഇതാ വേണ്ടത്. ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണ ചായ. ആൽഫിയോട് ചേർന്ന് നിന്ന് വിനു പറഞ്ഞതും ആൽഫി അവനെ നോക്കി ചിരിച്ചു. ശിവക്ക് സന്തോഷമായിരുന്നു.